ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോയമ്പത്തൂർ പാലക്കാട് സ്റ്റൈലിലൊരു റാവുത്തർ ബിരിയാണി, അതും എഗ് ബിരിയാണി. നമ്മളിന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ബിരിയാണിയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. നമുക്കൊന്ന് ഉണ്ടാക്കാം. അപ്പോഴത്തേക്കും ഞാൻ ഇതിനു വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് ജീരകശാല അരിയാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി ഒരു 10 മിനിറ്റ് ഒന്ന് കുതിർത്ത് വയ്ക്കാം. ഒരു 3 മുട്ടയുടെ ആവശ്യം എനിക്കുള്ളൂ. അതിന് 3 മുട്ട പുഴുങ്ങിയിട്ടുണ്ട്. പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആവും അത് എന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഇനി കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ എത്ര ചേർത്ത് കൊടുക്കുന്നോ നെയ്യ് ചേർത്ത് കൊടുക്കുന്നോ അതിൻ്റെ ഇരട്ടി വേണം എണ്ണ ചേർക്കാം. അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. അതിൻ്റെ ഇരട്ടി, അപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർക്കേണ്ടത്. 2 കഷ്ണം കറുവാപ്പട്ടയുണ്ട്, ഒരു സ്റ്റാർ അതുണ്ട്, ബേ ലീഫുണ്ട്, 2-3 ഗ്രാമ്പു. ഇത്ര നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളക് നമ്മൾ നടുവേ കീറിയിട്ടില്ല, വെറുതെ ഇതിനൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്, വെറുതെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കട്ടി കൊണ്ട് വെറുതെ ഒരു ഹോൾ അല്ലെങ്കിൽ ചുമ്മാ ഒരു ചെറിയ കട്ടിങ് കൊടുക്കുന്നത്. ഇതിലേക്ക് സവോള അരിഞ്ഞ് വെച്ച് ചേർത്ത് വേണം. നമ്മളൊരു 2 സവോള കനം കുറച്ച് അരിഞ്ഞാണ്. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കും. അപ്പോൾ നമുക്ക് ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി മാത്രം ഒരു കുറച്ച് ഉപ്പ് ചേർക്കാം. ബാക്കി ഉപ്പ് നമുക്ക് പിന്നെ ചേർക്കാം. ഇതിപ്പോൾ ഇതിന് വേണ്ടി മാത്രം. എല്ലാം വഴന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി ചതച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. പിന്നെ നമ്മളിതിലൂടെ ചേർക്കുന്നത് ഒരു 10 ചെറിയ ഉള്ളി ചതച്ചതാണ്. അപ്പോൾ സാധാരണ ബിരിയാണിയിലൊന്നും നമ്മളങ്ങനെ ചെറിയ ഉള്ളി ചേർക്കാറില്ല. ഇതിൽ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുന്നത് കുറച്ചുകൂടെ ചേർത്താലും നല്ലതാണ്. ഞാനൊരു 10 ചെറിയ ഉള്ളിയെ ചേർത്തിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 4 പച്ചമുളക്, അത് 4-5 എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും ഇതിലോട്ട് ചേർക്കാം. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയാണ്. പുതിനയില കുറച്ച് ഒരു കൈപ്പിടിയോളം വേണം. മല്ലിയില അത്രയും തന്നെ വേണ്ട, മതി. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാൽ ഒരു 2 തക്കാളിയാണ്, അതുകൂടെ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇത് തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരണം, സോഫ്റ്റ് ആവണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതെ, നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇച്ചിരി പൊടികൾ ചേർത്ത് കൊടുക്കണം. നമ്മുടെ എരിവുള്ള മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ. നമ്മൾ പച്ചമുളകൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് എരിവിൻ്റെ അനുസരിച്ച് ഇവിടെ എരിവ് വേണ്ടതുകൊണ്ട് ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്തതാണ്. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു ശക്കലം, അതിന് കണക്കില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാനൊരു ശക്കലം കാശ്മീരി ചില്ലിയും കൂടെ ഇടുന്നു. പിന്നെ വേണ്ടത് ഒരു 1.5 ടീസ്പൂൺ ഇത് നമ്മുടെ ഗരം മസാല. പൊടികളെല്ലാം ചേർത്ത് നമ്മളിനി നന്നായിട്ടൊന്ന് വഴറ്റണം. പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കും. ഈ സമയത്ത് ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണ്ട. ഇപ്പം നമ്മൾ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, അത് മട്ടൺ ആണെങ്കിൽ മട്ടൺ, ഇനി അതല്ല പനീറോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് വറുത്തിട്ട്. ഇപ്പം ഞാനിവിടെ എഗ്ഗാണ് ഉപയോഗിക്കുന്നത്. 3 മുട്ട ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുത്താൽ മസാലയൊക്കെ അതിലോട്ടൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാലയ്ക്കകത്തൊന്ന് ഈ മുട്ടയിലോട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് നമുക്ക് ഒന്ന് ഇറക്കി കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് മസാല ഈ മുട്ടയുടെ മുകളിലൊക്കെ ആക്കി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം, മുട്ടയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് നോക്കാം. അപ്പോൾ മുട്ടയിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് കോട്ടായിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമുക്ക് ഒരു 2 സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം.
അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അത് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, 2 കപ്പിന് 4 കപ്പ്, 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം, ഇരട്ടി വെള്ളമാണ്. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുക്കുന്നു. ഈ സമയത്താണ് അതിൻ്റെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ പാകത്തിന് നോക്കേണ്ടത്. നമ്മൾ അരിക്ക് പാകത്തിനുള്ള കൂടെയുള്ള ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കണം. ഇച്ചിരി മുന്നോട്ട് നീക്കണം ഉപ്പ്, എന്നാലേ ആ ചോറിനൊക്കെ കറക്റ്റായിട്ട് ഉപ്പുണ്ടാകത്തുള്ളൂ. നമ്മൾ ഉപ്പൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കുകയാണ്. കുരുവൊക്കെ മാറ്റിയിട്ട് ഞാനിത് പിഴിഞ്ഞു കൊടുക്കുകയാണ്. അത് ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് നേരത്തെ കഴുകി 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് ആ വെള്ളമൊക്കെ ട്രെയിൻ ചെയ്ത് കളഞ്ഞ അരിയാണ്. അപ്പോൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുക. അരി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് നമ്മളൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ, ഓരോ 2 മിനിറ്റും കഴിയുമ്പോൾ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ മേളത്തെ അരി വേകാതെയും അടിയിലുള്ളത് വെന്തും പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കണം. ഇപ്പം നമുക്കത് അടച്ച് വെക്കാം. അപ്പം നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, വെള്ളമൊക്കെ പറ്റി വരും. ഞാനിതിൻ്റെ ഇടയ്ക്കൊരു 2 പ്രാവശ്യം തുറന്നിളക്കി കൊടുത്തതാണ്. അപ്പോൾ കണ്ടോ, വെള്ളമൊക്കെ പറ്റി. ശക്കലം കൂടെ വെള്ളം പറ്റാനുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു 15 മിനിറ്റ് ഒന്ന് ദം ചെയ്യണം. അതിൻ്റെ പരിപാടിയും കൂടെ ആയി കഴിയുമ്പോൾ ഇതങ്ങ് കറക്റ്റായിട്ട് കിട്ടും. അതിനുള്ള വെള്ളമേ ഉള്ളൂ. അരിയൊക്കെ നല്ല പരുവത്തിന് വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊരു കുറച്ച് വെള്ളം കൂടിയുണ്ട്, ശകലം വെള്ളം കൂടെ. ആ വെള്ളം ഫുള്ള് പറ്റുന്നതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് നല്ല ലെവൽ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്കൊരു ശകലം നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു കുറച്ച് നെയ്യ് ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ എത്രയേ ചേർക്കുന്നുള്ളൂ, ഇത് മതി. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പം നമുക്കിനി ഇത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദോശക്കല്ല് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ബിരിയാണി പോട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് സിമ്മിലാക്കി ഒരു 15 മിനിറ്റ് നമുക്കിങ്ങനെ വയ്ക്കാം. അത് കഴിയുമ്പോൾ നമ്മുടെ ബിരിയാണി എങ്ങനെ ഉണ്ടെന്നൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു 20 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ദം ചെയ്യാൻ വെച്ചത്. സ്റ്റൗ ഓഫ് ചെയ്തു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ബിരിയാണി റെഡി ആയിട്ടിരിക്കുവാണ്. നല്ല സൂപ്പർ മണം. ആ നെയ്യൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെയൊക്കെ കൂടെ മണമായിട്ട് നല്ല അടിപൊളി. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ചോറൊക്കെ ഇങ്ങനെ ഒട്ടലൊന്നുമില്ല, വിട്ടാണ് കിടക്കുന്നത്. ഇതൊന്ന് നമ്മൾ കണക്കുമ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റ് കണക്കുമ്പോൾ നല്ല കറക്റ്റ് പരുവത്തിലായിട്ട് കിട്ടും. പ്രത്യേകിച്ച് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വെച്ചത് കൊണ്ട് കറക്റ്റായിട്ട് ഇരിക്കുവാണ്. നമുക്ക് വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഞാൻ കാണിക്കാം.